നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ വിരളമായി വധശിക്ഷ നടപ്പാക്കാറുള്ള ഗൾഫ് രാഷ്ട്രമാണ് കുവൈത്ത്. എന്നാൽ പ്രവാസികളെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മാസം രാജ്യത്ത് ഒറ്റയടിക്ക് 7 പേരുടെ വധശിക്ഷ നടപ്പാക്കിയത്. വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ വരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കുവൈത്തിൽ വീണ്ടും പ്രവാസികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഭാര്യമാരെ കൊലപ്പെടുത്തിയ കേസിൽ 2 വിദേശികൾക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. സുഡാൻ, ഈജിപ്ത് പൗരന്മാർക്കാണ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ വിധിച്ചവരിൽ പ്രവാസികളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും മുന്നറിയിപ്പ് എന്നോണമാണ് നടപടി. വിവാഹമോചനം നേടിയ ശേഷം മകളോടൊപ്പം ഇതേ ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്ന യുവതിയെ സുഡാൻ പൗരൻ കുത്തി കൊലപ്പെടുത്തി. ഈ കേസിലാണ് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത്. ഫിലിപ്പീൻസുകാരിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഈജിപ്തുകാരൻ രാജ്യം വിട്ടിരുന്നു. ഇയാളുടെ അഭാവത്തിലാണ് വധശിക്ഷ വിധിച്ചത്. ഇവരുടെ 3ാമത്തെ കുട്ടിയെ കിൻഡർ ഗാർഡന് സമീപം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷകൾ തന്നെ വിധിക്കാനാണ് കുവൈത്ത് ഭരണകൂടത്തിന്റെ തീരുമാനം. അതുപോലെ ഒറ്റയടിക്ക് 7 പേരുടെ വധശിക്ഷ കുവൈത്ത് നടപ്പാക്കിയതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു ഇത്രയും പേരെ ഒരേ ദിവസം ഒന്നിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. 7 പേരുടെ വധശിക്ഷ കുവൈത്തിന്റെ ഷെൻഗൻ വിസ, അതായത് ഒറ്റ വിസയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സൗകര്യം, ഈ സംവിധാനത്തിലടക്കം അനന്തരഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നതിനെ കടുത്ത ഭാഷയിലാണ് കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷൈഖ് സാലിം അബ്ദുള്ള അൽ ജാബിർ അസബാഹ് വിമർശിച്ചത്. കൊലപാതകവും കവർച്ചയും ഉൾപ്പെടെ വിവിധ കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെയാണ് തൂക്കിലേറ്റിയത്. വിചാരണ പൂർത്തിയായ ശേഷമാണ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കിയത്. വിവിധ കൊലപാതക കേസുകളിലും മയക്കുമരുന്ന് കേസിലും കവർച്ചാ കേസിലും പ്രതികളായിരുന്ന ഇവർക്ക് ക്രിമിനൽ കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. പ്രതികൾ മേൽക്കോടതിയിൽ നേരത്തെ അപ്പീലുകൾ നൽകിയിരുന്നുവെങ്കിലും ഇതൊക്കെ തള്ളിപ്പോവുകയായിരുന്നു. 4 കുവൈത്തി പൗരന്മാരുടെയും 3 വിദേശികളുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത്. അറ്റോർണി ജനറൽ കൗൺസിൽ മുഹമ്മദ് അൽ ജുഐജ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 4 കുവൈത്തികളെയും സിറിയ, പാകിസ്ഥാൻ, എത്യോപ്യ സ്വദേശികളായ 3 പേരെയുമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. കുവൈത്ത് പൗരന്മാരായ ഖാലിദ് സാദ് മുഹമ്മദ് അൽ ഖഹ്താനി, അലി അല്ല അൽ ജാബ്രി, റബാബ് അദ്ലി മുസ്തഫ ഷഹാത്ത, സിറിയൻ പൗരനായ ഹമദ് അഹമ്മദ് മഹ്മൂദ് അൽ ഖലഫ്, പാകിസ്ഥാൻ പൗരനായ റാഷിദ് അഹമ്മദ് നസീർ മഹ്മൂദ്, എത്യോപ്യൻ പൗരനായ ഐഷ നെമോ വിസോ എന്നിവരുടെ വധശിക്ഷയാണ് സെൻട്രൽ ജയിലിൽ വെച്ച് നടപ്പാക്കിയതെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 53 വർഷത്തിനിടയിൽ 84 പേരെയാണ് കുവൈത്തിൽ തൂക്കിലേറ്റിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.